മഹാലക്ഷ്മിയുടെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കണ്ണൻ കണ്ട സ്വപ്നത്തെക്കുറിച്ച് മഹാലക്ഷ്മിയോടും മോഹിനിയോടും പറയുന്നുണ്ട്. അന്നത്തെ ആക്സിഡൻറ്റിൽ കണ്ണൻ്റെ കയ്യിൽ നിന്നും തെറിച്ചു വീണ അയ്യപ്പ വിഗ്രഹത്തിന് ആ വിഗ്രഹത്തിലൂടെ ഭഗവാൻ ഉയർത്തെഴുന്നേൽക്കുകയും കണ്ണൻ്റെ കൈ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നതായിട്ടും അതുപോലെ തന്നെ മഹിക്കും കണ്ണനും ചുറ്റും കുറേ ഉണ്ണികൾ ഓടി നടക്കുന്നതെല്ലാമാണ് ഞാൻ ആ സ്വപ്നത്തിൽ കണ്ടതെന്ന് പറയുമ്പോൾ മോഹിനിക്കും അതുപോലെ മഹാലക്ഷ്മിക്കും വളരെ സന്തോഷമാവുന്നു. കണ്ണൻ പറയുന്നുണ്ട് മഹാലക്ഷ്മി എപ്പോഴും കുട്ടികളെക്കുറിച്ച് പറയുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ ഒന്ന് കണ്ടതെന്ന് പറയുമ്പോൾ അല്ല, മോഹിനി പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾക്ക് ഉണ്ണികൾ ഉണ്ടാകുമെന്ന് പറയുന്നു. അപ്പോൾ മഹാലക്ഷ്മി കണ്ണനോട് പറയുന്നുണ്ട് എന്തായാലും നമ്മൾക്കൊന്ന് അമ്പലത്തിൽ പോവാം, എനിക്ക് ദേവിയെ ഒന്ന് നേരിൽ കാണണം എന്നെല്ലാം പറയുന്നു. പിന്നീട് മാർക്കോനെ കാണാൻ വക്കീലെത്തുന്നുണ്ട്. അപ്പോൾ മാർക്കോ പറയുന്നുണ്ട് സാറേ ഇവിടെ നിന്ന് എനിക്ക് പുറത്തിറങ്ങാൻ വല്ല ചാൻസും ഉണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ ബോറടിച്ച് തുടങ്ങിയെന്ന് പറയുമ്പോൾ കുറച്ചും കൂടി സമയം നീ അതിൻ്റെ ഉള്ളിൽ കിടക്കേണ്ടി വരുമെന്നെല്ലാം വക്കീൽ പറയുന്നു. അങ്ങനെ ഒരു കുരുക്കാണ് നിനക്കിപ്പോൾ വന്ന് കിടക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാർക്കോ പറയുന്നുണ്ട് ഒരുത്തൻ എന്നെ കാണാൻ വന്ന് ഒരുപാട് വെല്ലുവിളിയെല്ലാം നടത്തിയിട്ട് പോയി, മിക്കവാറും ഞാൻ അവസാനം 2 പേർക്കിട്ട് നല്ലത് കൊടുത്തിരുന്നു, അവരുടെ ആൾക്കാരാണെന്ന് തോന്നുന്നു എന്നെല്ലാം പറയുന്നു. എന്തായാലും എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയില്ലെങ്കിൽ കോടതിയിലേക്ക് എത്തുമല്ലോ, അവിടെ നിന്ന് രക്ഷപ്പെട്ടില്ല നേരെ ജയിലിലേക്ക് പോകേണ്ടി വരില്ലേ എന്നൊക്കെ പറയുന്നു. അതൊന്നും പറയാൻ പറ്റില്ല, ഞാൻ എന്തായാലും എന്നെക്കൊണ്ട് ആവുന്നത് പോലെ പരമാവധി പരിശ്രമിക്കാമെന്ന് വക്കീലും പറയുന്നുണ്ട്. അങ്ങനെ മഹാലക്ഷ്മിയും കണ്ണനും അമ്പലത്തിലെത്തുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് അനന്തും ഉണ്ടായിരുന്നെങ്കിൽ എന്നെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുമായിരുന്നു, തന്നെക്കൊണ്ട് അത് പറ്റില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. എന്തായാലും താൻ പോയി നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ, ഞാനിവിടെ നിന്നും പ്രാർത്ഥിച്ചോളാം എന്ന് കണ്ണൻ പറയുന്നു. അപ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് എനിക്ക് അകത്ത് പോയി പ്രാർത്ഥിക്കാനുള്ളത് എൻ്റെ കണ്ണേട്ടന് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട് എനിക്കും പ്രാർത്ഥിക്കാനുള്ളത് എൻ്റെ മഹിയെക്കുറിച്ചാണ്, ഈ പുഞ്ചിരിയോടെ എന്നും എൻ്റെ മഹി എൻ്റെ കൂടെ ഉണ്ടാവണം എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതെന്ന് പറയുന്നു. ആ സമയം മഹാലക്ഷ്മി പറയുന്നുണ്ട് ഇന്ന് ഒരാൾക്ക് കൂടി എനിക്ക് പ്രാർത്ഥിക്കണം, ആ മാർക്കോക്കും വേണ്ടി എനിക്കിന്ന് പ്രാർത്ഥിക്കണമെന്നെല്ലാം പറയുന്നുണ്ട്. മഹാലക്ഷ്മി ദൈവത്തിൻ്റെ മുന്നിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ കണ്ണേട്ടൻ്റെ വലത് കാലിൻ്റെ വിരലുകൾ ചലിച്ചതുപോലെ ഇടത് കാലിനും സ്വാധീനം കിട്ടണേ, കണ്ണേട്ടനെ എണീപ്പിച്ച് നടത്തണമെന്നെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഒരാൾ കൂടി പ്രാർത്ഥിക്കണം, എൻ്റെ രക്ഷകനായിട്ട് നിൽക്കുന്ന ആളെ എനിക്ക് എത്രയും പെട്ടെന്ന് കാണിച്ചു തരണേ, അതുപോലെ തന്നെ അദ്ദേഹത്തിനെ എല്ലാ ആപത്തുകളിൽ നിന്ന് രക്ഷിക്കണേ. അങ്ങനെ കണ്ണനും നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയം അവിടേക്ക് മോനെ എന്നും വിളിച്ച് ആ അമ്മ കടന്നു വരികയാണ്. അമ്മ കണ്ണനോട് ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെ ഇരിക്കുന്നത്, വീൽ ചെയറിലായതുകൊണ്ട് അമ്മയെ ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചത്, എൻ്റെ ഭാര്യ അകത്തേക്ക് പോയിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ കണ്ണനാണെങ്കിൽ ഒരു നിമിഷം ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഞാനും മഹിയും കാണുന്ന ഈ അമ്മ ഒരാൾ തന്നെയാണോ എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയം അമ്മ ചോദിക്കുന്നുണ്ട് എന്താ മോനെ ആലോചിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് ഞങ്ങൾക്ക് 2 ആൾക്കും അമ്മേനെ ഒരുമിച്ചൊന്ന് കാണണം എന്നുണ്ടായിരുന്നു, അന്ന് ഫോട്ടോ എടുത്ത് എനിക്ക് കാണിച്ചു തരാൻ കൊണ്ടുവന്നപ്പോൾ അമ്മയുടെ ഫോട്ടോ അതിലുണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ആഹാ അങ്ങനെയാണോ, അതെന്താ അങ്ങനെയെന്നൊക്കെ അമ്മ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കണ്ണൻ പറയുന്നു അത് അമ്മയ്ക്കെല്ലാം അറിയുള്ളൂ. അപ്പോൾ അമ്മ പറയുന്നു അത് ഞാനെങ്ങനെ അറിയാനാ മോനെ എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അമ്മ പറയുന്നുണ്ട് ഇതൊന്നും അല്ല ഇപ്പോൾ കാര്യം, മോനെ ഒരു ചതിയിൽ നിന്നൊരു ചെറുപ്പക്കാരൻ രക്ഷിച്ചില്ലേ, അയാൾക്കിപ്പോൾ ഒരു അപകടം വന്നിട്ട് മോനെന്താ അയാളെ രക്ഷിക്കാത്തതെന്ന് ചോദിക്കുന്നു. അപ്പം കണ്ണൻ ചോദിക്കുന്നു അമ്മ ആരുടെ കാര്യമൊക്കെ ഈ പറയുന്നതെന്ന്, മോനെ ഈ അടുത്തൊരു ചെറുപ്പക്കാരൻ രക്ഷിച്ചില്ലേ അയാളുടെ കാര്യം പറഞ്ഞതെന്ന്, ആ മാർക്കോയുടെ കാര്യമാണോ അമ്മ പറയുന്നത്, അതെ അയാൾക്കിപ്പോൾ ഒരു അപകടം വന്നിരിക്കുക, അയാളെ നമ്മളും രക്ഷിക്കണം, നമുക്കൊരു ആപത്ത് വന്നപ്പോൾ നമ്മളെ രക്ഷിച്ചവർ നമ്മളും തിരിച്ച് രക്ഷിക്കണമെന്നെല്ലാം അമ്മ പറയുന്നുണ്ട് കണ്ണനോട്. അപ്പോൾ കണ്ണൻ ചോദിക്കുന്നുണ്ട് അയാൾക്ക് എന്താ പറ്റിയെന്ന് അമ്മ എന്നോട് പറഞ്ഞില്ലല്ലോ. അപ്പോൾ അമ്മ പറയുന്നുണ്ട് അതെല്ലാം വഴിയെ മോനെ അറിഞ്ഞോളൂ എന്ന് പറയുന്നു. പിന്നീട് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും താമസം വെപ്പിക്കരുത്, എത്രയും പെട്ടെന്ന് അവനെ രക്ഷിക്കാനുള്ള മാർഗങ്ങൾ ഏത് വഴിയായാലും മോൻ നടത്തിക്കൊള്ളണമെന്നെല്ലാം അമ്മ പറയുന്നുണ്ട്. മോനെ കൊണ്ട് അയാളെ രക്ഷിക്കാൻ പറ്റും, അതുകൊണ്ടാണ് അമ്മ പറയുന്നത് എന്ന് പറയുമ്പോൾ എനിക്ക് എന്താ അയാൾക്ക് പറ്റിയെന്ന് എങ്ങനെ അറിയാനാന്ന് പറയുമ്പോൾ ഒരു വെള്ളി രൂപയുണ്ടോ മോൻ്റെ കയ്യിലെന്ന് അമ്മ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് ഇപ്പോൾ വെള്ളി രൂപയൊന്നും കൊണ്ട് നടക്കാറില്ലല്ലോ അമ്മയെന്ന് പറയുന്നു, എന്നാൽ ഇപ്പം മോൻ്റെ കയ്യിൽ ഒരു വെള്ളി രൂപയുണ്ട്, ആ പോക്കറ്റൊന്ന് നോക്കാൻ അമ്മ പറയുന്നുണ്ട്. ഞാൻ പറയുന്നുണ്ട് ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു, ഞാൻ എന്തായാലും ഇത് കൊണ്ടുവന്നില്ലല്ലോ, എന്തായാലും ഇപ്പോൾ മോൻ്റെ കയ്യിൽ അത് കിട്ടിയില്ലേ, അത് അമ്മയുടെ ഈ താലത്തിലേക്ക് വെച്ചോളാൻ പറയുന്നു. അങ്ങനെ കണ്ണൻ ആ താലത്തിലേക്ക് വെക്കുന്നുണ്ട്. എന്നിട്ട് അമ്മയോട് പറയുന്ന അമ്മയെ പോവരുത്, എനിക്ക് മഹാലക്ഷ്മിക്ക് ഒരുമിച്ച് കാണണം അമ്മേനെ. അപ്പം അമ്മ അതിനെന്താ ഞാൻ അവിടെ ഇരിക്കാമെന്നും പറഞ്ഞ് അമ്മ അങ്ങോട്ട് മാറിയിരിക്കുന്നുണ്ട്. ആ സമയം മഹാലക്ഷ്മി പ്രസാദം എല്ലാം വാങ്ങിച്ച് പുറത്തേക്ക് വരുമ്പോൾ കണ്ണനോട് പറയുന്ന എന്തുപറ്റി കണ്ണേട്ടന് ഇത്ര വലിയ സന്തോഷം എന്ന് പറയുമ്പോൾ അതിനൊക്കെ ഒരു കാരണം താൻ അങ്ങോട്ട് നോക്കിയെന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി അവിടേക്ക് നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല, എന്താ അവിടെ ആരും ഒന്നും കാണുന്നില്ലല്ലോ എന്ന് കണ്ണനോട് പറഞ്ഞു. ആരെയും താൻ കണ്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കണ്ണൻ. ഞാൻ കാണാറുള്ള അമ്മ ഇവിടെ ഇപ്പോൾ വന്നിട്ട് പോയുള്ളൂ, തന്നെയും കൂടി കാണിച്ചു തരാമെന്ന് പറയുമ്പോൾ അമ്മ അവിടെ ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് അമ്മ അങ്ങോട്ട് പോയതുള്ളൂ എന്നെല്ലാം മഹാലക്ഷ്മിയോട് പറയുന്നു. മഹാലക്ഷ്മി എന്നാൽ ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് മഹാലക്ഷ്മി അവിടെ നിന്ന് പോകുന്നുണ്ട്.
മഹാലക്ഷ്മി പറയും, ഇവിടെ ഒന്നും നോക്കിയിട്ട് കാണുന്നില്ല, ഞാൻ പറയാറില്ലേ ആ അമ്മക്കൊരു ദിവ്യശക്തിയുള്ള അമ്മയാണെന്ന്, അതുകൊണ്ട് നിന്ന നിപ്പിൽ മാഞ്ഞു പോകുന്നതും ഫോട്ടോ എടുത്ത ഫോട്ടോയിൽ കാണാത്തതെന്നെല്ലാം മഹാലക്ഷ്മി കണ്ണനോട് പറയുന്നു. പിന്നീട് മാർക്കോ പോലീസിനോട് ചോദിക്കുന്നുണ്ട്, ഈ രാത്രി എന്നെ ഒന്ന് പുറത്ത് വിടാൻ പറ്റുമോ, ഇന്നൊരു ദിവസം വിട്ടാൽ എന്നെ ഈ കുരുക്കിലാക്കിയവനെ എനിക്കൊന്ന് കാണാമായിരുന്നു, എല്ലാ കാര്യങ്ങളും ഞാൻ തെളിവ് സഹിതം കൊണ്ടുവന്നതിനെന്നെല്ലാം പറയുമ്പോൾ നീ എൻ്റെ ജോലിക്ക് പണി ഉണ്ടാക്കരുതെന്നെല്ലാം പോലീസ് പറയുന്നത് കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡുകൾ അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമാവാൻ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.